കൈജു നമ്പർ 8 എന്ന് പറഞ്ഞ ഒരു ആനിമി ഉണ്ട്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ആനിമിയാണ്. നമ്മുടെ പസഫിക് റിമും അറ്റാക്ക് ഓൺ ടൈറ്റനും കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ള പോലെ ഒരു സാധനം. അത്ര ഗംഭീര സാധനമായിട്ടൊന്നും അല്ല, എങ്കിലും നല്ല രസമുള്ളൊരു ആക്ഷൻ അഡ്വഞ്ചർ ആനിമിയാണ്. സോ കൈജൂസൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ മോൺസ്റ്റർ അറ്റാക്ക് ഉള്ള ഒരു വേൾഡ്. സോ കുറച്ച് കാലമായിട്ട് ഇവരൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സും ദെൻ ജപ്പാൻ്റെ മിലിറ്ററി ഫോഴ്സും അവിടെ അവൈലബിൾ ആണ്. സോ എപ്പോഴൊക്കെ കൈജൂസ് വരുന്നോ അവരൊക്കെ തന്നെ ഈ ഡിഫൻസ് ഫോഴ്സ് ഫുള്ളായിട്ട് നശിപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിനെ ക്ലീൻ അപ്പ് ചെയ്യാനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു സാധാരണക്കാരനാണ് ഇതിൽ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ്. അറൗണ്ട് ഒരു 10-30 വയസ്സിന് മുകളിലുള്ളൊരു ക്യാരക്ടർ. സോ അങ്ങനെ ഒരു ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ മോട്ടീവ് ഈ ഒരു ഡിഫൻസ് ഫോഴ്സിലേക്ക് എത്തിപ്പെടണം എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ മോട്ടീവും ഉദ്ദേശം തന്നെ. പക്ഷേ കുറേ കാലമായിട്ട് ഈ ഒരു ക്ലീനപ്പ് ഏജൻസിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് ആ ഒരു കൈജൂസിൻ്റെ ഉള്ളിലുള്ള അനാട്ടമിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാരക്ടറിന് അറിയാം. സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു എക്സ്ട്രോർഡിനറി പവർ കിട്ടുന്നു. സോ അത് കഴിഞ്ഞ ഒരു ക്യാരക്ടർ എന്തൊക്കെ ചെയ്യുമെന്ന് കാണിക്കുന്ന ഒരു സീരീസാണ് കൈജു നമ്പർ 8. സോ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ അതേ വൈബ് തന്നെയാണ്. സോ ഒരു പർട്ടിക്കുലർ പ്ലോട്ട് പോയിന്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഐ തിങ്ക് ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ആ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഇൻട്രസ്റ്റിംഗ് ആവുക. സോ സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ ആനിമീസിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചെറിയൊരു കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ പോകാം, അവിടെ പോയി ട്രെയിൻ ചെയ്യുക, ദെൻ അവരൊക്കെ കൂടി ഇറങ്ങിത്തിരിക്കുക, അങ്ങനത്തെ ഉള്ള ഒരു സാധനമൊക്കെ എനിക്കധികം ഇഷ്ടമല്ല. കാരണം അത് സ്ഥിരം കണ്ട് ഒരു ടെംപ്ലേറ്റ് സാധനമൊക്കെയാണ്. വലിയ പല ആനിമീസിൽ നടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡീമോൺ സ്ലെയറിലും ഈവൻ അറ്റാക്ക് ഓൺ ടൈറ്റനിലും എല്ലാത്തിലും അതുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. പക്ഷേ ഈ സാധനത്തിൽ ഈ ഒരു ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ രസമുണ്ട്, നല്ല ഹിലാരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഒരു പ്രോട്ടോഗോണിസ്റ്റിൻ്റെ ഒപ്പം തന്നെ വേറൊരു ക്യാരക്ടറുണ്ട്. സോ അവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി, ദെൻ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മോട്ടീവ്, എങ്ങോട്ടായിരിക്കും ഒരു ഡ്രൈവ് ചെയ്ത് പോവുക, ദെൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ തന്നെ ഈ ഒരു മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ക്യാരക്ടർ ചെയ്ത് കൂട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര രസമായിട്ട് ചെയ്തുകൊണ്ട് ആ സെക്ഷൻ അടക്കം ഇതിൽ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹൈലൈറ്റിംഗ് പോർഷൻ ഇതിലെ ആക്ഷൻ സീക്വൻസുകളാണ്. അറൗണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ഒരു 6-7 എപ്പിസോഡുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തേലൊക്കെ കുറവാണെങ്കിൽ പിന്നീട് അങ്ങോട്ടത് കയറി വരും. പ്രത്യേകിച്ച് ഒരു 6-7 എപ്പിസോഡുകളിലേക്ക് എത്തുമ്പോൾ ഒരു നല്ല ഹൈ ഇൻറ്റൻസ് ആക്ഷൻ സീക്വൻസുകളിലേക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നറേറ്റീവിലേക്ക് ഇത് പോകുന്നുണ്ട്. സോ ഒരുപാട് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ വേൾഡ് ബിൽഡിംഗ് ഉള്ള നല്ല ഫ്യൂച്ചറുള്ള ഒരു ആനിമേറ്റ് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആക്ഷൻ അഡ്വഞ്ചർ ആനിമീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ആനിമേഷനും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡ്രോയിങ് ഒക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് കളർലി സാധനം കാണുമ്പോൾ ഐ തിങ്ക് മാങ്കൽ ഇത് എത്ര ഹിറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ആനിമി നല്ല രസമുണ്ട്. സോ ആനിമീസ് ഇഷ്ടമുള്ളവർ, പ്രത്യേകിച്ച് ആക്ഷൻ അഡ്വഞ്ചർ ആനിമീസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുതിയ ആനിമയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ പസഫിക് റിമും അറ്റാക്ക് ഓൺ ടൈറ്റൻ. പസഫിക് റിമിൽ നമ്മൾ കൈജൂസിനെ കണ്ടു. സോ അങ്ങനെ ഒരു കൈജൂസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റനിലെ കോപ്സ് പോലത്തെ ഉള്ള ആ ഒരു ക്യാരക്ടേഴ്സും കൂടി മിക്സ് ആയത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള പോലത്തെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു ആനിമിയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ ഓൾറെഡി ഈ ഒരു ആനിമി നിങ്ങൾ കണ്ടവരാണെങ്കിൽ കൈജു നമ്പർ 8 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.